കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37 തൊട്ട് 39 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തു അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ മുന്നറിയിപ്പ് നൽകിയത് നമ്മൾ ഓർക്കുകയുണ്ടായി. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിൽ സംഭവിക്കും. പഴയ നിയമ ഏടുകളിൽ നിന്ന്, അതായത് ഉൽപ്പത്തി 4, 5, 6 അധ്യായങ്ങളിൽ നിന്ന് നാം ഈ വിഷയം അപഗ്രഥിച്ച് പഠിച്ചപ്പോൾ നോഹയുടെ കാലവും ഇന്നത്തെ കാലം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ സമീപിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തമായി ഒരു തുല്യത അല്ലെങ്കിൽ അതിനോടൊരു അനുരൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഓർത്തു, നോഹയുടെ കാലത്ത് ജലപ്രളയം എപ്പോൾ സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായ ദൈവം ഒരു അടയാളം കൊടുത്തിരുന്നു. നമ്മൾ ഓർത്തതുപോലെ മെതുശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കണം. അതിൻ്റെ ശേഷം പെട്ടകമൊരുക്കാൻ തുടങ്ങുകയാണ്. മെതുശലേഹിൻ്റെ കൊച്ചുമകനാണ് നോഹ. നോഹ പെട്ടകമൊരുക്കുമ്പോൾ തനിക്കറിയാം തൻ്റെ വല്യപ്പച്ചൻ മരിക്കുമ്പോൾ ജലപ്രളയം സംഭവിക്കണം. തൻ്റെ കൺമുമ്പിൽ ഒരടയാളം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിൻ്റെ വരവിനെ മനസ്സിലാക്കി തരുവാനായിട്ട് കർത്താവ് ഒരടയാളം പറഞ്ഞ ശേഷമാണ് പറഞ്ഞത്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരൽ സംഭവിക്കും. കർത്താവ് നമുക്ക് നൽകിയ അടയാളം മടങ്ങി വരുന്ന യഹൂദ രാഷ്ട്രമാണ്. നിങ്ങൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം എന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പം യഹൂദ രാഷ്ട്രത്തെ അടയാളമായി നൽകിക്കൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞ ശേഷമാണ് നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞത്. എന്നാൽ വളരെ ഭയത്തോടുകൂടെ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇന്ന് രാത്രി ആ വിഷയമാണ് ഞാനൊന്നുകൂടെ ഊന്നിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നോഹയുടെ കാലത്ത് ജലപ്രളയം എപ്പോൾ സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു പെട്ടകം ദൈവം ഒരുക്കി കൊടുത്തിട്ടും നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ അല്പജനം എന്ന് വെച്ചാൽ 8 പേരെ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. വളരെ ചുരുക്കം പേരെ രക്ഷ പ്രാപിച്ചുള്ളൂ. കർത്താവിൻ്റെ മടങ്ങിവരവിൽ തന്നെ അതുപോലെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്ത്യ സമൂഹം തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതുപോലെ 2 കുടുംബങ്ങളുടെ വംശപാരമ്പര്യം നമ്മൾ കാണുകയുണ്ടായി. ഒന്ന്, കായീൻ്റെ വംശം. ഈ ലോകത്തിൽ പ്രതാപം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാതെ ഭൗമികമായി ജഡീകമായി ജീവിച്ചിരുന്ന ഈ കായീൻ്റെ വംശം, അവർ പട്ടണം പണിയുന്നു, അവർ ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങൾ അവർ സമ്പാദിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയോ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാതെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ നിയമമൊക്കെ കൈകളെടുത്തുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലുന്നതിനൊന്നും യാതൊരു മടിയുമില്ലാതെ ദൈവത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന കായീൻ്റെ വംശം, അവർ ദൈവത്തെ ആരാധിക്കുന്നില്ലേ? എന്നാൽ ആ കാലഘട്ടങ്ങളിൽ തന്നെ ദൈവം മറ്റൊരു വംശത്തെ ഒരുക്കുകയാണ്. അതാണ് ശേത്തിന്റെ വംശം. ശേത്തിന്റെ വംശത്തിൽ നമ്മൾ വായിച്ചു, ഏനശ് ജനിച്ച ശേഷം യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. അന്ന് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയത് ഏനശ്, അല്ലെങ്കിൽ മർത്യനായ മനുഷ്യൻ, മരിക്കുന്ന മനുഷ്യൻ എന്നുള്ള ബോധം മനുഷ്യനെ ഭരിച്ച ശേഷമാണ്. അത് ശേത്തിന്റെ വംശത്തിലാണ് സംഭവിക്കുന്നത്. പിന്നീട് നാം തിരുവചനത്തിൽ അവിടെ ശ്രദ്ധിച്ചാൽ ഈ ഉൽപ്പത്തി 5 ശേത്തിന്റെ വംശത്തിന്റെ വംശാപരമ്പര്യം പറയുമ്പോൾ മരിച്ചു 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 എന്നുള്ളത് പറയുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വംശം, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്ന ഒരു വംശം. മാത്രമല്ല നാം ഇവിടെ ഓർക്കുകയുണ്ടായി, ഹാനോക്ക വംശത്തിലുള്ളതാണ്, ദൈവത്തോട് കൂടെ നടക്കുകയാണ്, ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹയ വംശത്തിലാണ്. എന്നാൽ നമ്മളെ ഏറ്റവും ഭയാനകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കായീന്റെ വംശം പെട്ടകത്തിൽ കയറിയില്ല. നമുക്കത് മനസ്സിലാക്കാം, അവർ ലോകമനുഷ്യരായി ജീവിച്ചു. എന്നാൽ ഈ ശേത്തിന്റെ വംശത്തിലുള്ളവരും കയറിയില്ല എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തേണ്ട വസ്തുതയാണ്. ശേത്തിന്റെ വംശത്തിൽ ദൈവത്തെ ആരാധിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ വാസ്തവത്തിൽ നമ്മൾ ഓർത്തതുപോലെ അല്പജനം എന്ന് വെച്ചാൽ 8 പേരെ പെട്ടകത്തിൽ കയറിയുള്ളൂ. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ യേശുക്രിസ്തു ഈ സംഭവം എടുത്ത് പറയുകയാണ്, ഈ മനുഷ്യപുത്രന്റെ വരവിൽ നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കും, അതുപോലെ സംഭവിക്കും. ഇത് നമ്മൾ അപഗ്രഥിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുകയുണ്ടായി. എന്താണ് ഈ ശേത്തിന്റെ വംശത്തിന് പറ്റിയ പരാജയം എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചൊരു വാക്യം പ്രത്യേകം ശ്രദ്ധിച്ചു. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവർ കായീന്റെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി. നമ്മളിങ്ങനെ വായിക്കുന്നു ഇംഗ്ലീഷിൽ 11-ാം വാക്യത്തിൽ, ഫോർ ദേ ഹാവ് ഗോൺ ഇൻ ദ വേ ഓഫ് കൈൻ. അവര് കായീന്റെ മാർഗത്തിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ശേത്തിന്റെ വംശവും കായീന്റെ മാർഗത്തിലോട്ട് പോയി. ഞാനതിന് മറ്റൊരു തെളിവ് തരാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 6-ാം അധ്യായം എടുത്താട്ടെ. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 12-ാം വാക്യത്തിൽ,
ഭൂമി, ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായെന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കി. സകല ജഡവും വഷളാക്കി. കായിന്റെ വംശം മാത്രമല്ല, ശേത്തിന്റെ വംശവും ദൈവത്തിന് മുമ്പിൽ വഴി വഷളാക്കി. ദൈവം മനുഷ്യന് നടക്കുവാൻ ഒരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴി അവർ വഷളാക്കുന്നു. ഈ ശേത്തിന്റെ വംശവും കായിന്റെ വംശത്തിലേക്ക് വരികയും, അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ കായിന്റെ വഴികളിൽ അവർ നടക്കാൻ തുടങ്ങി. നമ്മൾ യൂദായുടെ ലേഖനം 11 വാക്യത്തിലാണ് വായിച്ചത്. അവരെല്ലാം കായിന്റെ വഴിയിലേക്ക് പോയി. കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിലും വാസ്തവത്തിൽ ഭയത്തോടെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അവിടെ നമ്മൾ ചിന്തിച്ചപ്പോൾ വളരെ പ്രധാനമായി ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഈ കായിന്റെ വംശത്തോടുള്ള ബന്ധത്തിൽ എന്താണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്നുള്ളത് വചനം കാണിക്കുന്നുണ്ട്. കായിന്റെ വംശം, അല്ലെങ്കിൽ കായിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കായിനും യാഗമർപ്പിച്ചിട്ടുണ്ട്. കായിൻ നിലത്തിലെ വിളവുകളാണ് യാഗമർപ്പിക്കുന്നത്. തനിക്ക് ഭൗമികമായ നന്മ ആവശ്യമായിരുന്നു. തൻ്റെ നിലത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി നിലത്തിലെ ഭൗമികമായ വസ്തുക്കൾ, തൻ്റെ വിത്തുകളും തൻ്റെ വിളവുകളെ എടുത്തുകൊണ്ട് ദൈവത്തിന് യാഗമായി അർപ്പിച്ചു. എന്നാൽ അവിടെ നമ്മൾ ഓർത്തതുപോലെ ചോര ഒന്നും അർപ്പിക്കുന്നില്ല, ഒരു മൃഗവും അർപ്പിക്കുന്നില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, അവരെ പഠിപ്പിച്ചിരുന്നു, പാപം ചെയ്ത മനുഷ്യന് യാഗമൃഗം ആവശ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ സന്നിധിയിൽ ചോര മൂലമല്ലാതെ അടുത്തുവരുവാൻ സാധ്യമല്ല. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവാണ് കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്താൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രൂശ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. യേശുക്രിസ്തുവിടെ അല്ലാതെ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധ്യമല്ല. ഈ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. എന്നാൽ കാലം അന്ത്യത്തിലേക്ക് എത്തി. കർത്താവിന്റെ വരവ് സമീപിച്ചു കഴിഞ്ഞു. കർത്താവ് ഓർപ്പിച്ച പോലെ നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ആഗോളമായി ഒന്ന് കണ്ണോടിച്ചു നോക്കിയേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനായിട്ട് പറയുന്നല്ലേ. എന്നാൽ വസ്തുതകൾ നമ്മൾ വിലയിരുത്തി നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കിയേ. ക്രിസ്തീയ സമൂഹം എങ്ങോട്ട് പോവുകയാണ്? ക്രിസ്തീയ സമൂഹമെന്ന് അഭിമാനിക്കുന്ന സുവിശേഷം പ്രസംഗിച്ചിരുന്നവർ തന്നെ എവിടോട്ട് പോകുന്നു? നിങ്ങൾ TV ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാട്ടെ, ഈ കേൾക്കുന്ന പ്രസംഗങ്ങളൊന്ന് നോക്കിയാട്ടെ, ആളുകൾ തടിച്ചുകൂടുന്ന മീറ്റിങ്ങുകളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അവർക്കൊക്കെ ആവശ്യം എന്താണെന്നറിയാമോ? ഭൗമിക നന്മയാണ്. അവരുടെ കടം വീടണം, അവർക്ക് സമ്പത്ത് കിട്ടണം, അവർക്ക് സൗഖ്യം കിട്ടണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. എന്നാൽ ദൈവജനം പറയുന്നതിന് നേരെ വിരുദ്ധമാണ്. ദൈവജനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളുടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. മാത്രമല്ല, കർത്താവ് പ്രയാസങ്ങളും കഷ്ടങ്ങളും മാറ്റി തരുന്നില്ല. നമുക്ക് പരിശോധനയുണ്ട്, നമുക്ക് പ്രലോഭനങ്ങളുണ്ട്, നമുക്ക് കഷ്ടതയുണ്ട്. ഈ ലോകത്ത് നമുക്കിതൊക്കെ ഉണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദൈവജനത്തിന് കർത്താവ് നിൽക്കുവാൻ കൃപ തന്ന് അവൻ കരം പിടിച്ച് അപ്പുറത്ത് നടത്തുകയാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാനുള്ളത്, ആ യോർദാൻ നദി ഇല്ലാതാക്കുകയല്ല, എന്നാൽ യോർദാൻ നദിയുടെ മധ്യഭാഗത്തിലൂടെ ദൈവജനത്തിൽ അക്കരെ കടക്കുവാൻ വഴികളെ തുറന്നു കൊടുക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, തീർച്ചയായിട്ടും കഷ്ടമുണ്ട്. എന്നാൽ ഇന്ന് പ്രസംഗിക്കുന്നവരോ കഷ്ടങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുകയാണ്. യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പത്രോസ് രേഖപ്പെടുത്തിയപ്പോൾ ഈ കഷ്ടതയെക്കുറിച്ച് പത്രോസ് പറയുമ്പോൾ പറയുന്നുണ്ട്, ഒരു അസാധാരണ കാര്യം നിങ്ങൾക്ക് വന്നു ഭവിച്ചുവെന്ന് നിങ്ങൾ കരുതരുത്. ഒരു അസാധാരണ കാര്യം വന്നു ഭവിച്ചെന്ന് കരുതരുത്. ഇത് സാധാരണമാണ്, ദൈവജനത്തിനുള്ളതാണ്. എന്നാൽ ഇന്ന് നാം കേൾക്കുന്ന പ്രസംഗങ്ങൾ, നാം കേൾക്കുന്ന ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ ആഹ്വാനങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായെന്നാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭൗമിക നന്മകൾ ആഗ്രഹിച്ച കായിന്റെ വഴിയിലേക്ക് തിരിയുന്ന ഒരു പ്രവണത നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭയത്തോടുകൂടെ ഓർക്കുക. എന്നാൽ ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ മറ്റു ചില കാര്യങ്ങൾ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിലും ഓർപ്പിക്കണം എന്ന് എൻ്റെ മനസ്സിൽ പ്രേരണയുണ്ടായി. കാലം അതിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അന്ത്യകാല ലക്ഷണങ്ങളിൽ എടുത്തു പറഞ്ഞ അതിപ്രധാനമായ ഒരു ലക്ഷണം ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതിനുള്ള ബന്ധത്തിൽ ഒന്ന് പരിശോധിക്കാം. നമുക്ക് തിമോഥെയോസ് ലേഖനം എടുക്കാം. 1 തിമോഥെയോസ് 4 അധ്യായം. അവിടെ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 4 അധ്യായത്തിന്റെ 1 വാക്യം, ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെയും ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. ചിലരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. The Spirit explicitly says some will depart from faith. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം തെറ്റിപ്പോകാൻ കഴിയുമോ? ഇല്ല. വിശ്വാസമില്ലാത്തവൻ വാസ്തവത്തിൽ ഈ പറയുന്നവരുടെ കൂട്ടത്തിലുള്ളതല്ല. വിശ്വാസം ഉള്ളവരാണ് വിശ്വാസം ത്യജിക്കുന്നത്. ഇവിടെ നോക്കുക, വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, അന്ത്യകാലത്ത്, ഭാവി കാലത്ത് ഈ കപടത്താൽ വിശ്വാസം ത്യജിക്കും. മറ്റൊരു വാക്യം നോക്കാം, 2 തിമോഥെയോസ് 4 അധ്യായം.
2 തിമോഥെയോസ് അധ്യായത്തിൽ വീണ്ടും അവിടെ എടുത്തു പറയുന്നുണ്ട്, അങ്ങനെ ഒരു സമയം വരും. 2 തിമോത്തി ചാപ്റ്റർ 4 അധ്യായത്തിന്റെ 3-4 വാക്യം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. സത്യത്തിന് ചെവി കൊടുക്കില്ലേ? അവിടെ അത് സംഭവിച്ചു, ഇവിടെ ഇത് സംഭവിച്ചു. ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിച്ച് കെട്ടുകഥകൾ കേൾക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെവി കൊടുക്കുന്ന ഒരു കാലം വരും. സത്യവചനത്തിന് ചെവി കൊടുക്കാത്തൊരു കാലഘട്ടം. വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ, ഭാവി കാലത്ത് ഇങ്ങനെ വിശ്വാസം ത്യജിക്കും. വീണ്ടും നമ്മൾ ദൈവജനത്തെ പരിശോധിക്കുമ്പോൾ ഈ സത്യം നമുക്ക് വീണ്ടും തിരുവചനത്തിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അന്ത്യകാലത്ത് വലിയൊരു അപ്പോസ്റ്റസി, വലിയൊരു തെറ്റിപ്പോകുന്നത് സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. ഞാൻ ആ ഭാഗങ്ങളെല്ലാം എടുത്ത് വിശദീകരിക്കാതെ പറഞ്ഞു പോവുകയാണ്. മത്തായി 13 കർത്താവ് പറയുകയുണ്ടായി, ഒരു സ്ത്രീ 3 പറ മാവെടുത്തു. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 33 വാക്യം. സ്വർഗരാജ്യം പുളിച്ച മാവിനോട്, ഒരു സ്ത്രീ 3 പറ മാവിൽ എല്ലാം പുളിച്ച് വരുവോളം അടക്കി വെച്ചു. പുളിച്ച മാവിനോട് സദൃശ്യമാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ 3 പറ മാവിനകത്ത് പുളിപ്പ് ചേർത്തു, അതെല്ലാം പുളിച്ചു വരുവോളം അത് അടക്കി വെച്ചു. നമ്മൾ ഈ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് പറഞ്ഞ ഉപമയാണ്. പുളിപ്പ് ദൈവജനത്തിൽ എപ്പോഴും പാപത്തെ കാണിക്കുന്ന, പുളിപ്പ് ദുരുപദേശത്തെ കാണിക്കുന്ന. സദൂക്യരുടെ പുളിച്ച മാവ് സൂക്ഷിക്കുക, ഹെരോദ്യരുടെ പുളിച്ച മാവ് സൂക്ഷിക്കുക. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, പുളിപ്പ് ദുരുപദേശത്തെ കാണിക്കുന്നു. പുനരുത്ഥാനമില്ലെന്നും സ്വർഗമില്ലെന്നും ഒക്കെ പഠിപ്പിച്ചു ഈ സദൂക്യരൊക്കെ. ഈ സദൂക്യര് പുനരുത്ഥാനമില്ലെന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞു, ഇവരുടെ പുളിച്ചമാവിനെ സൂക്ഷിക്കണം. പരീശന്മാർ, കപടഭക്തി, അത് പുളിച്ചമാവാണ്, സൂക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. നോക്കുക, ഈ 3 പറ മാവിനകത്ത് പുളിപ്പ് ചേർത്തിട്ട് അത് മുഴുവൻ പുളിച്ചു വരുവോളം അതിനകത്ത് അടക്കി വെച്ചു. ലീവൻ ഇങ്ങനെ പ്രവർത്തിച്ച് ഇത് മുഴുവൻ പുളിച്ചു പോവുകയാണ്. എത്ര വ്യക്തമായിട്ടാണ് തിരുവചനത്തിൽ കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം. വെളിപാട് പുസ്തകം 17 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു സ്ത്രീ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു സ്ത്രീ അവിടെ വെളിപ്പെടുത്തുമ്പോൾ എന്താ പറയുന്നത്? 17 അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂരാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി തീർത്ത പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യ. ദൈവജനത്തിൽ വേശ്യ എന്ന് ഉപയോഗിക്കുന്നത് ഭർത്താവിനോട് കൂറു പുലർത്താതെ അവിശ്വസ്തത കാണിക്കുന്ന സ്ത്രീയാണ്. നോക്കുക, ഇവിടെ അവസാനമായി ഈ ക്രിസ്തീയ സമൂഹം മുഴുവൻ നോക്കുക, ഈ വലിയൊരു മതസംഹിത, അതായത് 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് അവളുടെ പേരൊരു പേരെഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗമല്ല 9-ാം വാക്യത്തിൽ വരുമ്പോൾ ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്, തലയേഴും സ്ഥിരീകരിക്കുന്ന 7 മലയാകുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ റോമിന്റെ കീഴിൽ, ദുരുപദേശത്തിന്റെ കീഴിൽ സകല ക്രിസ്തീയ സമൂഹങ്ങളും ചെന്നമരാൻ പോവുകയാണ്. ഈ മാവ് മുഴുവൻ പുളിച്ചു വരുവോളം അതിനകത്ത് പുളിപ്പ് ചേർത്തു. അവസാനം കർത്താവിന്റെ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നോക്കുക, ഇന്ന് കാണുന്ന ഏറിയ പങ്കാളുകളും ഇവിടെ ശേഷിക്കുകയാണ്. അവരൊക്കെ ഈ റോമിന്റെ കീഴിൽ ചെന്ന് അവസാനിക്കുകയാണ്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി എടുത്ത് നോക്കിയാൽ വളരെ രസകരമായ ഒരു പഠനോടെയുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും നിങ്ങളുടെ ചിന്തിക്കാൻ വിടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവശക്തിയാൽ ദൈവസഭയുടെ പണി ആരംഭിക്കുകയാണ്. പിന്നീടുള്ള ചരിത്രങ്ങൾ മുഴുവൻ ദൈവസഭയുടെ ചരിത്രമാണ്. ഇറ്റ് ഈസ് ആക്ട്സ് ഓഫ് ദ ചർച്ച്, അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ഓർ ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്, ദൈവസഭയുടെ പ്രവൃത്തിയാണ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാണ്. അങ്ങനെ ശക്തിയോടെ ആരംഭിച്ച ദൈവസഭ അവസാന അധ്യായം എങ്ങനെയാണ് അവസാനിക്കുന്നത്? കപ്പൽ ക്ഷയത്തിൽ അകപ്പെട്ട് റോമൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന പൗലോസിനെ. മറ്റു വിധത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഈ ശക്തിയോടെ ആരംഭിച്ച ദൈവസഭ അവസാനം എവിടെ ചെന്ന് അവസാനിക്കുകയാണ്? റോമിന്റെ കീഴിൽ കാരാഗൃഹത്തിൽ ബന്ധനത്തിൽ അകപ്പെടുകയാണ്. വെളിപാട് ദിവസം 17-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പോലെ സകല സഭകളും അവസാനം ദുരുപദേശത്തിൽ ചെന്നപ്പെട്ട് പുളിപ്പിന് അടിമപ്പെട്ട് ഈ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യകളുടെ മാതാവിന്റെ കീഴിൽ ഇതെല്ലാം ഒന്നായിത്തീരുന്നുവെന്ന് ദൈവജനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഓർപ്പിച്ചോളട്ടെ. ഈ തെറ്റിപ്പോകുന്നത് പെട്ടെന്നൊന്നും സംഭവിച്ചതല്ല. ദൈവസഭയിലെ ഈ തെറ്റിപ്പോക്ക് പെട്ടെന്ന് സംഭവിച്ചല്ല. 7 സഭകളുടെ ദൂത് പഠിച്ചു നോക്കുമ്പോൾ വെളിപാട് ദിവസം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് ദിവസം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദൈവസഭയുടെ 20-ാം വാക്യം, 2:20.
അവിടെ കർത്താവ് ഇങ്ങനെ പറയും, എങ്കിലും താൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്നു. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴൊക്കെ ശ്രദ്ധിച്ചോ, ഈ മാവിനകത്ത് ചേർക്കുന്ന പുളിമാവ് ചേർക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ നോക്കുക, ദ്വൈതര കാലയളവിൽ സഭ അന്ധകാര യുഗത്തിലേക്ക് കയറിയിട്ട്, ചരിത്രം അറിയാവുന്നവർക്കറിയാം, ഇല്ലെങ്കിൽ ആ 7 സഭകളുടെ ദൂതന്റെ ആ പ്രസംഗങ്ങളുടെ ആ CD ശ്രദ്ധിച്ചാൽ, ക്ലാസിന്റെ CD ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നോക്കുക, ഇവിടെ ആ ദ്വൈതര അന്ധകാര യുഗത്തിലേക്ക് സഭ കയറുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവോടെ ചൂണ്ടിക്കാണിക്കുന്നു, നീ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ വെച്ചു പുലർത്തുന്നതൊരു കുറ്റമുണ്ട്. നോക്കുക, വേദപുസ്തകത്തിൽ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 9:30 വാക്യത്തിലുണ്ട്. ദൈവജനത്തിന് ഇടർച്ച വരുത്തുവാൻ, ദൈവജനത്തിന് ന്യായവിധി വരുവാൻ ഇടയാക്കി തീർത്തൊരു സ്ത്രീയാണ് ഇസബേൽ. എന്നാൽ അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അലങ്കൃതമായി നിൽക്കുന്ന, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന, മനുഷ്യനെ ആകർഷിക്കുവാൻ കണ്ണിന് ഇമ്പമാക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയാണ്. പറയുമ്പോൾ ക്ഷമിക്കണം, ദൈവസഭ വാസ്തവത്തിൽ എത്ര ലാളിത്യത്തിൽ ആരംഭിച്ചതാണ്. അപ്പോസ്തലന്മാർ കൂടി വന്നത് എത്ര ലളിതമായിട്ടാണ്. ഇന്ന് ഈ കണ്ണിന് ഇമ്പമായി മനുഷ്യനെ ആകർഷിപ്പാൻ എന്തെല്ലാം കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇവിടെ ഞാൻ ആ ഭാഗം ഒന്ന് അവസാനിപ്പിക്കട്ടെ. ഒരു സത്യം ദൈവത്തിൽ കൂടെ നമ്മൾ ഓർപ്പിക്കുന്നു, കർത്താവ് ഓർപ്പിക്കുകയാണ്. അവസാനം ഈ 7 സഭകളുടെ ദൂത് പഠിച്ചാലും അറിയാം, അവസാനം വന്ന് നിൽക്കുന്ന ഇവിടെയാണ് ലവോദിക്യ സഭ. ദൈവസഭയുടെ മധ്യത്തിൽ 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരുന്ന കർത്താവ് ഈ ലവോദിക്യ സഭയുടെ അവസാനത്തെ ദൂത് കൊടുക്കുമ്പോൾ, അത് കഴിഞ്ഞ് സഭയ്ക്കൊരു ദൂതില്ലേ, സഭാകാലം അവസാനിക്കുകയാണ്. അത് പറയുമ്പോൾ കർത്താവ് എവിടെയാണ്? സഭകളുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരുന്ന കർത്താവ് സഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് കൊട്ടുകയാണ്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിലൊന്ന് തുറന്നു തന്നാൽ. നോക്കുക, കർത്താവ് സഭയുടെ മധ്യത്തിലായിരുന്നു. സഭയുടെ ചരിത്രം ആരംഭിച്ചപ്പോൾ, കാലവതിൻ്റെ അന്ത്യത്തിൽ ചെന്നപ്പോൾ പുറത്തു നിന്നുകൊണ്ട് വാതിൽക്ക് മുട്ടുന്ന കർത്താവ്, വ്യക്തികളോട് ആഹ്വാനം ചെയ്യുന്ന കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന കാലവനോടുള്ള ബന്ധത്തിൽ നോഹയുടെ കാലം പോലെ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നു, ശേത്തിന്റെ വംശമെല്ലാം ഈ കായീന്റെ വംശം പോലായി മാറി. കായീന്റെ വഴിയിലേക്ക് അവരൊക്കെ പോയി. ക്രിസ്ത്യ സമൂഹം യേശുക്രിസ്തു പറഞ്ഞ പോലെ, ദൈവജനം വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ, അവസാനമായി നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് പോലെ അവരും കായീന്റെ വഴിയിലേക്ക് തിരിഞ്ഞതുപോലെ ഈ ഭൗമിക നന്മകളും ഭൗമിക നേട്ടങ്ങൾക്കും വേണ്ടി സഭ, വാസ്തവത്തിൽ ക്രിസ്ത്യ സമൂഹം ഒഴുകിപ്പോകുന്ന ഒരു ഒഴുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നത്തെ കരിസ്മറ്റിസത്തിന്റെ ആ ഒരു ഭാവം, ഇന്ന് കാണുന്ന ഈ ദൂതുകളുടെ പ്രസക്തിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, വലിയ ആൾക്കൂട്ടം, വലിയ ഒഴുക്ക്, മനുഷ്യന് രോഗസൗഖ്യം വേണം, മനുഷ്യന് നന്മ വേണം, മനുഷ്യന്റെ കടങ്ങൾ വീടണം, അവന് പണം കിട്ടണം, അനുഗ്രഹം വേണം. എന്നാൽ വാസ്തവത്തിൽ ദൈവജനത്തെ തള്ളിക്കളയുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭയത്തോടെ ഓർക്കുക, ഇതെല്ലാം ആ ഉപദേശത്തെ വിട്ടുകളയുന്ന ഒരു ഭയങ്കരമായ ഒരു സംഭവമാണ്. ഇത് വചനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തന്നു. വളരെ വ്യക്തമായി ദൈവാത്മാവ് ഓർപ്പിച്ചു, അന്ത്യകാലത്ത് വിശ്വാസം ത്യജിക്കും. ഇനി നമുക്ക് നോക്കാം, ഇതോടുള്ള ബന്ധത്തിൽ ദൈവജനത്തിന് വളരെ അധികം ആഹ്വാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആഹ്വാനം? ഞാനത് പറഞ്ഞിട്ട് എന്താണ് ഈ വിശ്വാസം എന്നുള്ളത്, അല്ലെങ്കിൽ ആദ്യം എന്താണ് ഈ വിശ്വാസം എന്നുള്ളത് ഞാൻ എടുക്കാം. വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് പറയുന്നു. ഈ വിശ്വാസം ത്യജിക്കുമെന്ന് പറയുമ്പോൾ നമ്മളിൽ ഏറിയ പങ്കും ചിന്തിക്കുന്നത് വിശ്വാസം ത്യജിക്കുമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിക്കുമെന്നാണ്. ഇല്ലേ? നമ്മുടെ കർത്താവ് മത്തായി 24 ഒരു കാര്യം പറഞ്ഞു, അനേകർ എൻ്റെ പേരെടുത്തും കൊണ്ട് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരെ തെറ്റിച്ചു കളയും. എങ്ങനെ പറയുന്നത്? കർത്താവിനെ തിരസ്കരിച്ചുകൊണ്ട് വരുമെന്നല്ല പറഞ്ഞത്. അനേകർ എൻ്റെ പേരെടുത്തുകൊണ്ട് വന്ന് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പലരെയും തെറ്റിച്ചു കളയും. യേശു ക്രിസ്തു തന്നെയാണ് ക്രിസ്തു എന്ന് പറയും, അവനാണ് യേശു ക്രിസ്തു എന്ന് പറയും. പക്ഷേ ഇത് പറഞ്ഞിട്ട് പലരെയും തെറ്റിച്ചു കളയുകയാണ്. എന്താണ് ഈ വിശ്വാസം ത്യജിക്കുമെന്ന് പറഞ്ഞത്? നമ്മുടെ പലതും ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. അല്ല, ഒരിക്കലും അങ്ങനല്ല. ഞാൻ ആ ഭാഗം ഒന്ന് തെളിയിച്ചു തരാം. യൂദായുടെ ലേഖനം 3-ാം വാക്യം എടുത്താട്ടെ. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടാനെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇങ്ങനെയാണ്, ഫെയ്ത്ത് വിച്ച് വാസ് ഡെലിവേർഡ് വൺസ് ഫോർ ഓൾ അൻടു ദ സെയിൻറ്റ്സ്. ഫെയ്ത്ത് വിച്ച് വാസ് ഡെലിവേർഡ്
once for all unto the saints. ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുത്ത വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം, അതിനുവേണ്ടി പോരാടണമെന്ന് യൂദ എഴുതുകയാണ്. യൂദ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ ആഗ്രഹിച്ചു, പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. ഈ തെറ്റിപ്പോന്ന ഇവിടെ തന്നെയാണ് അവർ കായിന്റെ വഴിയിലേക്ക് പോയെന്ന് 11-ാം വാക്യത്തിൽ പറയുന്നു. അതിനു മുമ്പ് യൂദയെ ദൈവം പ്രേരിപ്പിക്കുകയാണ്, ഈ വിശുദ്ധന്മാർക്ക് ഒരിക്കൽ എന്നേക്കുമായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധന്മാർ പോരാടണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, വിശുദ്ധന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസ പ്രമാണം, ഇതിനു വേണ്ടി പോരാടുവാൻ ദൈവം ദൂതന്മാരെ അയക്കില്ല. ഇതിനുവേണ്ടി പോരാടുവാൻ സ്വർഗത്തിൽ നിന്ന് ആരും വരില്ല. ഇവിടെ വായിക്കുന്നു, ഇത് വിശുദ്ധന്മാരുടെ കരത്തിൽ കൊടുത്തിരിക്കുക, അവരെ വിശ്വസിച്ച് ഇതേൽപ്പിച്ചിരിക്കുകയാണ്. ഈ വിശ്വാസ പ്രമാണം ആണിത്. പൗലോസിന്റെ ജീവിതാന്ത്യ വാക്യം ഒന്നെടുക്കാം, വളരെ പരിചയമാണ്, പക്ഷേ ഇതോട് ചേർത്തൊന്ന് വായിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യം നമുക്ക് നോക്കാം. പരിചയമുള്ള വാക്യമാണ്, എന്നാൽ വായിച്ചോ. പൗലോസിന്റെ ജീവിതാന്ത്യത്തിൽ പൗലോസ് പറയും, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധന്മാർക്കൊരു വിശ്വാസ പ്രമാണം ഏൽപ്പിച്ചു. പൗലോസിന്റെ ജീവിതാന്ത്യത്തിൽ പറഞ്ഞു, പൗലോസ് വിശ്വാസം കാത്തു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തെന്നല്ല, പൗലോസിനെ വിശ്വസിച്ചൊരു വിശ്വാസ പ്രമാണം ഏൽപ്പിച്ചു. ആ വിശ്വാസ പ്രമാണം ജീവിതത്തിന്റെ അന്ത്യം വരെ താൻ സൂക്ഷിച്ചു. ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഗലാത്യലേഖനം ഒന്ന് വായിച്ചു നോക്കിയേ. ഗലാത്യലേഖനം വായിച്ചു നോക്കിയാൽ വിശ്വാസത്തോട് കൂടെ അല്പം പ്രവൃത്തി, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി, പരിശോധന, പൗലോസ് നഖശിഖാന്തം എതിർക്കുന്നു. പൗലോസ് ഈ വിശ്വാസ പ്രമാണത്തിന് വന്ന ഓരോന്നിനെതിരായിട്ട് എതിർത്തപ്പോഴാണ് യഹൂദന്മാരിൽ നിന്നൊക്കെയുള്ള ഭയങ്കരമായ പീഡകൾ പൗലോസ് അനുഭവിച്ചത്, പൗലോസിനെ തിരസ്കരണം സംഭവിച്ചത്. നോക്കുക, പൗലോസ് തനിയെ നിൽക്കേണ്ടി വന്നത്, പൗലോസ് ഭയങ്കരമായ പ്രയാസങ്ങൾ അനുഭവിച്ചത് വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ അവരോട് ചേർന്ന് പോയാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകില്ല. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കുക, വിശുദ്ധന്മാർക്ക് ഒരിക്കൽ എന്നേക്കുമായി ഏൽപ്പിച്ചൊരു വിശ്വാസ പ്രമാണമുണ്ട്. പൗലോസിന്റെ ജീവിതാന്ത്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാനത് സൂക്ഷിച്ചു. ഇനി എനിക്ക് നീതിയുടെ കിരീടമുണ്ട്. എവിടെ ഒരു ഭാഷാന്തരത്തെ ഞാൻ വായിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരഫ്രൈസ്ഡ് വേർഷനിൽ ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുന്നതിന് പൗലോസ് പറഞ്ഞു, ഐ ഹാവ് നോട്ട് ഫൗൾഡ് നോട്ട് ഈവൻ വൺസ്. ഞാൻ ഒരിക്കൽ പോലും ഫൗള് കാണിച്ചില്ല. വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പാരഫ്രൈസ്ഡ് വേർഷനാണ്, ഞാൻ ഒരിക്കൽ പോലും ഫൗള് കാണിച്ചില്ല. നോക്കുക, നമ്മൾ വീണ്ടും എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന വാക്യം നമുക്ക് പരിചയമാണ്. എന്താണ് അവിടെ പറയുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി, അത് നമ്മളിൽ ഉളവാക്കിയ വിശ്വാസമാണ്. ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ. എന്നിൽ വിശ്വാസം ഉളവാക്കിയത് കർത്താവാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. എഫേസ്യർ 2:8 അത് വിശദീകരിക്കുന്നുണ്ട്. വേണേ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച കൃപയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതെ പ്രവർത്തികളും കാരണമല്ല. നോക്കിയേ, വിശ്വാസം മൂലമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അതിനും നിങ്ങൾ കാരണമല്ല. ഏതിന്? ആ വിശ്വാസത്തിന്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, എന്നാൽ ആ വിശ്വാസത്തിനും നിങ്ങൾ കാരണമല്ല. കാരണം എന്താണ്? എബ്രായർ 12:2 നമ്മൾ വായിച്ചെന്താണ്? വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. എന്നിൽ വിശ്വാസം ഉളവാക്കിയതവനാണ്, എൻ്റെ ആ വിശ്വാസം പൂർത്തീകരിക്കുന്നതും അവനാണ്. എന്നിൽ ആരംഭിച്ച വിശ്വാസം, യേശുക്രിസ്തുവിൽ ഒരു വിശ്വാസം അർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഇടയാക്കി തീർത്തു. അത് കർത്താവാണ് അത് പൂർത്തീകരിക്കുന്നത്. ഞാനത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എന്നെ ഏൽപ്പിച്ചൊരു വിശ്വാസ പ്രമാണമുണ്ട്, അത് ഞാൻ കാത്തു സൂക്ഷിപ്പാൻ ബാധ്യസ്ഥനാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ അനേകരാ വിശ്വാസം ത്യജിച്ചു കളയും എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, നമുക്ക് നൽകപ്പെട്ട ആഹ്വാനം ചിലതൊന്ന് വായിക്കാം. ഞാൻ ആഹ്വാനത്തോടുള്ള ബന്ധത്തിൽ പിന്നീട് അതിൻ്റെ ചില കാര്യങ്ങളെ ഓർപ്പിക്കാം. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നോക്കാം. എബ്രായലേഖനം 10:23 വാക്യം, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ലെറ്റ് us hold fast the profession of our faith. Let us hold fast the profession of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഏറ്റുപറച്ചില്,
ആ പ്രൊഫഷൻ, ആ വാസ്തവത്തിൽ മഹത്വപൂർണമായ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. ലെറ്റ് us hold fast. അയച്ചു കൊടുക്കരുത്. വീണ്ടും വായിക്കാം 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ ഈ വാക്യത്തിൽ തിരിച്ചു വരാം. പക്ഷേ 2 തിമോഥെയോസ് 1:13 വായിച്ചു നോക്കാം. 2 തിമോഥെയോസ് 1:13 വാക്യം. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹോൾഡ് ഫാസ്റ്റ് ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്സ്. ഹോൾഡ് ഫാസ്റ്റ് ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്സ്. പഥ്യവചനം എന്ന് വചനത്തിൽ പറയുന്നത് സൗണ്ട് വേർഡ്സ് എന്നാണ്. പഥ്യവചനം, സൗണ്ട് വേർഡ്സ്. ഹോൾഡ് ഫാസ്റ്റ്. ഈ നല്ല വചനത്തെ മുറുകെ പിടിക്കണം. വെളിപാട് ദിവസം 2:25 നോക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. വെളിപാട് ദിവസം 2:25 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചോളുക. ഹോൾഡ് ഫാസ്റ്റ് ടിൽ ഐ കം. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളുക. ഫിലദൽഫിയ സഭ, എന്റെ വചനം നീ കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. കർത്താവ് പറയുക, പിടിച്ചോളുക, ഞാൻ വരികയാണ്. ഹോൾഡ് ഫാസ്റ്റ്. നീ പിടിച്ചോണം, നിനക്കുള്ളത് നഷ്ടപ്പെട്ടു പോകരുത്. വീണ്ടും വീണ്ടും ദൈവനത്തിൽ ആഹ്വാനം ചെയ്തു, നമുക്കുള്ളത് നാം മുറുകെ പിടിച്ചോളണം. എന്താണത്? നമ്മളെ പരമേൽപ്പിച്ച വിശ്വാസ പ്രമാണം, ദൈവത്തിന്റെ വചനം. ഞാൻ വേഗം വരികയാണ്, നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കരുത്, നിന്റെ പ്രതിഫലം നഷ്ടപ്പെടരുത്, നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളണം എന്ന് കർത്താവ് പറയുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ കരുതേണ്ട ഒരു കാര്യം. കർത്താവ് പറയുകയാണ്, നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കരുത്, അതുകൊണ്ട് നിനക്കുള്ളത് പിടിച്ചോളണം. കർത്താവ് വരുമ്പോൾ വാസ്തവത്തിൽ കിരീടങ്ങൾ നഷ്ടപ്പെടും, പ്രതിഫലങ്ങൾ ഇല്ലാതെ പോകും. കർത്താവ് യേശുക്രിസ്തു നമുക്ക് ഏൽപ്പിച്ച ആ പ്രമാണങ്ങളെ സൂക്ഷിക്കാതിരുന്നാൽ, വളരെ അധികം കഷ്ടതകൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, നിരാശകൾ വന്നാലും ഈ സത്യ ഉപദേശം വിട്ടുപോകുവാൻ ഇടയാകാതെ അതിനെ മുറുകെ പിടിക്കുന്നതിൻ്റെ ഏക കാരണം കർത്താവ് അത് ആഹ്വാനം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. നമുക്ക് ഞാൻ ചില കാര്യങ്ങളുടെ അതോളം ബന്ധത്തിൽ ചോദിച്ചോളട്ടെ. കർത്താവിൻ്റെ മടങ്ങിവരവിലെ ചെറിയവരും വലിയവരും ഉണ്ടെന്ന് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. സ്വർഗത്തിൽ ചെറിയവരും വലിയവരും ഉണ്ട്. പലരും ചിന്തിക്കുന്ന പോലെ സ്വർഗം ഒരു സോഷ്യലിസത്തിൻ്റെ ഇടമല്ല. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കിയാൽ 19:4 ഇങ്ങനെ വായിക്കുന്നുണ്ട്, 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരുമായി ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ. അപ്പൊ ചെറിയവരും വലിയവരുമുണ്ട്. വീണ്ടും നമുക്ക് നോക്കാം 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. 11-ന്റെ 18 സ്വർഗത്തിൽ ആഹ്വാനം ചെയ്തപ്പോൾ ചെറിയവരും വലിയ 11-ന്റെ 18 വാക്യം. അവിടെ നോക്കിയേ, അവിടെയും വായിക്കുന്നുണ്ട്, മരിച്ചവരെ ന്യായവിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരായ വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ തൻ്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഒക്കെ അതിനുള്ള സമയം വന്നു. അപ്പോൾ വളരെ വ്യക്തമായൊരു സത്യം ഓർപ്പിക്കുന്നു, കർത്താവിൻ്റെ വരവിൽ ചെറിയവരും വലിയവരുമുണ്ട്. ആരാണ് ഈ ചെറിയവരും വലിയവരും? നമ്മളിപ്പോൾ ചിന്തിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ആ വലിപ്പച്ചെറുപ്പം നിശ്ചയിക്കപ്പെടുന്നത്. ഞാൻ കാണിക്കാം, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ തന്നെ എടുക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എടുത്താട്ടെ, നമുക്ക് നോക്കാം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നോക്കി. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഒന്ന് ശ്രദ്ധിക്കണേ, ഉപദേശത്തിന് പ്രാധാന്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കർത്താവിൻ്റെ മടങ്ങിവരവിൽ മാത്രമേ അത് മനസ്സിലാകുള്ളൂ. ഇന്ന് ഉപദേശം പിടിച്ചുകൊള്ളുമ്പോൾ, സത്യ ഉപദേശത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ പല പ്രയാസങ്ങളുണ്ട്, പലപ്പം നിരാശ തോന്നാറുണ്ട്, തിരസ്കരണം അനുഭവപ്പെടും, നമ്മളൊരു ചെറിയ സമൂഹത്തിലാണെന്ന് തോന്നും. പക്ഷെങ്കിൽ ഒരു സത്യം ഓർപ്പിച്ചുകൊള്ളുക, കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുക. കർത്താവ് ഇവിടെ പറഞ്ഞു, എൻ്റെ ഈ ഏറ്റവും ചെറിയ കൽപ്പനയിലൊന്ന്, വലിയ കൽപ്പന എന്നല്ല പറഞ്ഞേ, ഏറ്റവും ചെറിയതിൽ ഒന്ന് അഴിച്ചങ്ങനെ പഠിപ്പിച്ചാൽ സ്വർഗരാജ്യത്തിൽ പോകില്ലെന്നല്ല, പോകും, പക്ഷേ അവിടെ ചെറിയവനെന്ന് വിളിക്കപ്പെടും. അതുപോലെ കർത്താവ് പറഞ്ഞു, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ ദൈവവചനം സൂക്ഷിക്കുന്നതിനുള്ള ബന്ധത്തിൽ വലിപ്പച്ചെറുപ്പം അവിടെ ഉണ്ടെന്നുള്ളത് ഓർമ്മയാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് നമ്മൾ നിൽക്കും. ഈ വലിപ്പച്ചെറുപ്പങ്ങളൊക്കെ നിശ്ചയിക്കാൻ കർത്താവിൻ്റെ ന്യായാസന മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നത്? യോഹന്നാന്റെ സുവിശേഷം നിർത്താട്ടെ, 12-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. 12-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം എടുത്ത്.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവരെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സംസാരിച്ച വചനം തന്നെ ന്യായം വിധിക്കും. അതോട് ചേർത്ത് പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 18 നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ്. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അതിന്റെ 18-19 വാക്യം. ആവർത്തനം 18-19 വാക്യം. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. കർത്താവിനെ കുറിച്ചാണ് ആ പറയുന്നത്. അടുത്ത ഭാഗം. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. നോക്കിയ വാക്യം. മോശയോട് പറയുകയാണ്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തരങ്ങളും കേൾക്കാതെ അവനോട് ഞാൻ ചോദിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. നമ്മളെ ന്യായം വിധിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. തീയോടെ നമ്മളെ ശോധന ചെയ്യും. ഈ ദൈവവചനത്തെ ആസ്പദമാക്കി, വിശുദ്ധന്മാരുടെ കരത്തിൽ തന്ന ഈ വിശ്വാസ പ്രമാണത്തെ ആസ്പദമാക്കി നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ കർത്താവ് പരിശോധിക്കും ന്യായവിധി ദിവസത്തിൽ. നമ്മൾ അന്ത്യകാലത്ത് വന്ന് നമ്മൾ എത്രയോ ശ്രദ്ധിപ്പാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ വചനത്തോട് ഒന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് പറഞ്ഞു. ഞാൻ ആ 2 വാക്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യം എല്ലാം വെളിപ്പെടുത്തിയ ശേഷം പറഞ്ഞു, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ ഇതിനോടൊന്നും കൂട്ടാനും പാടില്ല, ഇതിൽ നിന്നൊന്നും കുറയ്ക്കാനും പാടില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഓക്കെ, പഴയ നിയമത്തിൽ പറഞ്ഞ വാക്യം നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 4 നോക്കിയേ. പഴയ നിയമത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത ശേഷം ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് അതേ വാക്കുകളാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കി. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതേ പുസ്തകത്തിന്റെ ആവർത്തനം 13-ന്റെ 1-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പിൻ. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. കൂട്ടുകയും അരുത്, കുറയ്ക്കുകയും അരുത്. ദൈവം വിശ്വസിച്ച് നമ്മുടെ പക്കൽ വിശുദ്ധന്മാർക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന വിശ്വാസ പ്രമാണം അത് കുറയ്ക്കുവാനും അത് കൂട്ടുവാനും പാടില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്രിസ്ത്യ സഭയൊന്ന് പഠിച്ചു നോക്കിയേ. എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരു കൂട്ടരോട് സംസാരിച്ചാൽ പറയും, ഞങ്ങൾക്ക് ദൈവജനമുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ടെന്ന് പറയും. ഞാനങ്ങനെയുള്ളവരോട് ഇടപെട്ടിട്ടുണ്ട്. ദൈവജനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അവരുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇത് ദൈവജനം മാത്രം പിടിക്കുന്നവർ പറയുന്നത്, നമുക്ക് ദൈവജനമുണ്ട്, നമുക്ക് പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞു. ദൈവജനം പ്ലസ് പാരമ്പര്യം. കർത്താവ് പറഞ്ഞു, എൻ്റെ ഭജനത്തോടൊന്നും കൂട്ടരുത്. ഇനി വേറൊരു കൂട്ടരുണ്ട്, ആൽപ്പീരെന്ന് എല്ലാവരും മുദ്ര കൂട്ടിയിട്ടുള്ള ഒരു കൂട്ടർ. അവരെങ്ങനെയാണെന്നറിയാമോ? അവർ പറയും, ഞങ്ങൾക്ക് ദൈവജനമുണ്ട്, അനുഭവമുണ്ട്. വചനത്തിന്റെ വെളിച്ചത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ മനസ്സിലാക്കിയാൽ അവർ പറയും, ഞങ്ങളുടെ അനുഭവമാണിത്. അപ്പം ചിലർക്ക് ദൈവജനവും ദൈവജനത്തോട് പാരമ്പര്യമുണ്ട്, മറ്റു ദൈവജനത്തോട് അനുഭവങ്ങളുമുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു, എൻ്റെ വചനത്തോട് ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. ദൈവജനം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കണം. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പൗലോസ് പറഞ്ഞ ഒരു വാക്കെൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഞാൻ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 2-ന്റെ 17-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പൗലോസ് എന്താ പറഞ്ഞതെന്ന്. നമ്മുടെ ഹൃദയത്തോടും അത് സംസാരിക്കുന്ന ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 2-ന്റെ 17 ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിയേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. പൗലോസ് പറയുന്നത് എന്നാ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിയേർക്കുന്ന അനേകരെ പോലെ. എത്ര പേരാ കൂട്ടിയേർക്കുന്നേ? അനേകർ കൂട്ടിയേർക്കുന്നു. അനേകരും ദൈവവചനത്തോട് കൂട്ടിയേർക്കുകയാണ്. ഞങ്ങൾ ദൈവവചനത്തോട് കൂട്ടിയേർക്കുന്ന അനേകരെ പോലെ അല്ല.
അപ്പോൾ ഏറിയ പങ്കും എന്താ ചെയ്യുന്നത്? ദൈവജനത്തോട് കൂട്ടിയേർക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നമ്മൾ കാണുന്ന ഈ ചുറ്റുപാടുകളിൽ കാണുന്ന ഈ ഉപദേശ സംഹിതകൾ, നമ്മളിന്ന് കാണുന്ന ക്രിസ്ത്യ സമൂഹത്തിൻ്റെ പ്രവണതകൾ, ഈ കരിസ്മറ്റിസിസം മൂവ്മെൻറ്റുകൾ വാസ്തവത്തിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ ഫോഷ്കിൻ്റെ ആത്മാവ് കൊണ്ട് മനുഷ്യനെ വിശ്വാസം ത്യജിക്കുവാൻ ഇടയാക്കി തീർത്ത ഒരു വലിയ പ്രവണതയായി കഴിഞ്ഞു. പൈശാചികന്റെ വലിയ തന്ത്രമാണ്. ഇതിന്റെ മധ്യത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളോട് ആവശ്യപ്പെട്ടു ഇതിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ പൗലോസ് പറഞ്ഞ പോലെ ദൈവജനത്തോട് കൂട്ടിയേർക്കുന്നതിനെ എങ്ങനെ പോലെ. ഇങ്ങനെ കൂട്ടിയേർത്താൽ എന്താ സംഭവിക്കുന്നത്? ചേർത്തൊന്ന് വായിക്കാം. നമുക്ക് സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇതോട് ചേർത്തൊന്ന് വായിച്ചു നോക്കാം. സദൃശവാക്യം 30-ന്റെ 6-ാമത്തെ. അങ്ങനെ കൂട്ടിയേർത്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഓർത്തു, ഈ വചനം കൊണ്ട് കർത്താവ് നമ്മളെ ന്യായം വിധിക്കും. 30-ന്റെ 6-ാമത്തെ വാക്യം, സദൃശവാക്യം 30-ന്റെ 6. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ച് നീ കള്ളനാവാൻ ഇടവരരുത്. അവൻ നിന്നെ വിസ്തരിച്ചാൽ നീ കള്ളനായി മാറും. ദൈവത്തിന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടിയേർക്കരുത്, നിനക്കതിന് അവകാശമില്ല. അവൻ നിന്നെ വിസ്തരിച്ചാൽ നീ കള്ളനായി മാറും. പൗലോസ് പറഞ്ഞല്ലോ, ഞങ്ങൾ കൂട്ടിയേർക്കുന്ന അനേകരെ പോലെയല്ല. ഇംഗ്ലീഷ് ബൈബിളിലെ ന്യൂ കിങ്സ് ജേം വേർഷനിലെ 2 കൊരിന്ത്യർ 2:17 വായിച്ചപ്പോൾ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബൈബിള് ന്യൂ കിങ്സ് ജേം വേർഷനാണ്. ഈ ന്യൂ കിങ്സ് ജേം വേർഷനിലെ അതിൻ്റെ മാർജിനിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ ദൈവജനത്തോട് കൂട്ടിയേർക്കുന്ന അനേകരെ പോലെ അല്ല എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ഞാൻ ആ വാക്യം കാണിക്കാം. 2:17 വാക്യം. ഫോർ വി ആർ നോട്ട് ആസ് സോ മെനി peddling the word of God, but as of sincerity, but as from God we speak in the sight of God in Christ. ഞങ്ങൾ ദൈവജനത്തിൽ പെടൽ ചെയ്യുന്നവരല്ല. ആ വാക്യം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു മാർജിനിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട് എന്താണെന്നറിയാമോ? ആ നോട്ട് ഇങ്ങനെയാണ്. ആ നോട്ട് ന്യൂ കിങ്സ് വേർഷന്റെ മാർജിനിൽ കൊടുത്തിരിക്കുന്നത് അഡൾട്രേറ്റിംഗ് ഫോർ ഗെയിൻ. അഡൾട്രേറ്റിംഗ് ഫോർ ഗെയിൻ. നേട്ടത്തിന് വേണ്ടി വചനത്തെ അഡൾട്രേറ്റ് ചെയ്യുന്നു, മലിനപ്പെടുത്തുന്നു. ദൈവജനത്തെ മലിനപ്പെടുത്തുകയാണ് ഫോർ ഗെയിൻ. എന്തിനു വേണ്ടിയാ? ഞാൻ ചോദിച്ചോട്ടെ, എന്തിനു വേണ്ടിയാണ്? കർത്താവ് തന്ന വചനത്തെ അതുപോലെ പഠിപ്പിക്കാത്തത് എന്തിനു വേണ്ടിയാണ്? വളരെ വ്യക്തമായിട്ട് ദൈവജനം പറഞ്ഞു, പെഡലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ ഗെയിൻ. ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിൽ മാത്രമേ നമുക്കത് ബോധ്യമാകുകയുള്ളൂ. അനേക മുൻപന്മാർ പിൻപന്മാരും അനേക പിൻപന്മാർ മുമ്പന്മാരുമായി തീരുന്ന ഒരു വലിയ ദിവസമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ദിവസം. എന്നാൽ ഇവിടെ വളരെ ഗൗരവമായി എനിക്ക് വീണ്ടും ഓർപ്പിക്കാനുള്ള കാര്യം, നമ്മൾ ഇങ്ങനെ ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഇതിന്റെ പരിഹാരം വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആ പരിഹാരത്തോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. നോക്കെ, എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചോളണം. ലെറ്റ് us hold fast the profession of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രൊഫഷൻ, ഏറ്റുപറച്ചിൽ നമ്മൾ മുറുകെ പിടിക്കണം. അതിന്റെ ഒരു ഭാഷാന്തരം ഞാൻ വായിക്കുകയാണ്. ലെറ്റ് us hold fast the confession of our hope without wavering. Without wavering എന്ന് പറഞ്ഞാൽ, വേവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സംശയിക്കാതെ, ആടിപ്പോകാതെ, ആടി ഉലയാതെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം.